കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ നോട്ടമിട്ടിരുന്ന ലഷ്കർ ഇ ത്വയ്ബയുടെ കമാൻഡറായിട്ടുള്ള അഫ്രീദിയെ അജ്ഞാതർ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ വെച്ച് വെടിവെച്ച് കൊന്നത്. ഇത് വലിയ ആഘാതമാണ് ലഷ്കർ ഇ ത്വയ്ബയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളം പോലും ഞെട്ടിപ്പോയി ഈ വാർത്തയിൽ എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനെ അപലപനീയം എന്നാണ് പാകിസ്ഥാൻ പട്ടാളം പറഞ്ഞത്. ഒന്ന് നോക്കൂ, അതായത് അഫ്രീദി എന്ന് പറയുന്ന ലഷ്കർ ഇ ത്വയ്ബയുടെ കൊടും ഭീകരനായിട്ടുള്ള ഒരു ടെററിസ്റ്റിനെ വെടിവെച്ച് കൊന്നതിന്റെ പേരിൽ അജ്ഞാതർ വെടിവെച്ച് കൊന്നതിനെ അപലപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടാളം രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പാകിസ്ഥാൻ പട്ടാളത്തിന് നിലവിളിക്കാൻ ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അത് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലൂടെയാണ്. ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത സഹായിയായിട്ടുള്ള ഒരാളുണ്ട്. ഇവന്റെ പേര് സലീം ഡോള എന്നാണ്. ദാവൂദ് ഇബ്രാഹിമിന്റെ വലം കൈയാണ് ഇവൻ എന്ന് വിശേഷിപ്പിക്കാം. ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്ന ഒരു നോട്ടപ്പുള്ളിയാണ് ഇവൻ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ മോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യക്ക് വലിയ നയതന്ത്ര വിജയം ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത സഹായിയായിട്ടുള്ള ഇവൻ സലീം ഡോളയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു രഹസ്യ നീക്കത്തിലൂടെയാണ് ഇവനെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര ഏജൻസികളുമായി ഏകോപിപ്പിച്ച പ്രവർത്തനത്തിന് ശേഷമാണ് പ്രത്യേക വിമാനത്താവളത്തിൽ രഹസ്യമായി ഇന്ന് ഇവനെ ഡൽഹിയിൽ കൊണ്ടിറക്കിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് പിഴിഞ്ഞെടുക്കാനുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ഭീകരവാദത്തിൻ്റെതാകട്ടെ, കള്ളപ്പണത്തിൻ്റെതാകട്ടെ, അല്ലെങ്കിൽ മറ്റ് വിധ്വംസക പ്രവർത്തനത്തിൻ്റെതാകട്ടെ, ഇന്ത്യയിൽ ഉണ്ടായ ഭീകരാക്രമണങ്ങളുടെ പല ഫയലുകളും ഇവന്റെ തൊള്ളയിൽ നിന്ന് തന്നെ തോണ്ടിയെടുക്കാനുണ്ട് ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യയുടെ പട്ടാളത്തിനും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനുണ്ടായ വലിയ നയതന്ത്ര വിജയമായി ഇതിന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്.